അപ്പോൾ എങ്ങനെ തുടങ്ങിയല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഏകദേശം ഇത്രയൊക്കെ വരും എന്ന്. സത്യം പറഞ്ഞാൽ നമുക്ക് പാടെ തെറ്റി എന്നുള്ളതാണ്. തുടക്കത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല, അതുക്കും മേലെയാണ് തുടക്കം എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ. നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 2.5 കോടി കേരള കളക്ഷൻ, വേൾഡ് വൈഡ് ഒരു 5 കോടി 4.5 കോടി റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിലും അതുക്കും മേലെ കളക്ഷൻ മാറുന്നത് നമ്മൾ കണ്ടു. ഏകദേശം 6,70,00,000 രൂപയാണ് തുടക്കത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ ഒരു സൂപ്പർ താരചിത്രങ്ങൾക്ക് കിട്ടുന്ന കളക്ഷനാണ്. ലാലേട്ടൻ അവിടെ വന്നു പോകുന്നത് ഏകദേശം 5 മിനിറ്റ് കൂടുതൽ അല്ലെങ്കിൽ 10 മിനിറ്റ് 2 സീനിലാണ് ലാലേട്ടൻ വന്നു പോകുന്നത്. ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഈ ചിത്രത്തിൻ്റെ അഭിവാജ്യ ഘടകമല്ല, പക്ഷേ ആശീർവാദിൻ്റെ മിക്കവാറും ചിത്രങ്ങളിൽ ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ട്. എല്ലാ ചിത്രങ്ങളിലും അഭിനയിക്കുന്നുണ്ട്, എവിടെയെങ്കിലും വന്നു പോകും. അതുകൊണ്ട് അഭിനയിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ തുടക്കം എന്ന ചിത്രം കംപ്ലീറ്റ് ആയിട്ട് വിസ്മയ മോഹൻലാലും പിന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനും കൂടിയാണ്, ആശിഷ് ജോ ആൻ്റണി കൂടെയാണ് അത് കംപ്ലീറ്റ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഈ വിജയം. 6,70,00,000. അപ്പോൾ ഇന്നലെ 6,70,00,000 കളക്ട് ചെയ്തെങ്കിൽ ഇന്ന് അതുക്കും മേലെ ആയിരിക്കും കളക്ഷൻ, നാളെ അതിനും കൂടുതലായിരിക്കും കളക്ഷൻ. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 3 ദിവസം കൊണ്ട് 20 കോടി കളക്ട് ചെയ്യുന്ന ചിത്രമായിട്ട് തുടക്കം മാറാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് തന്നെയാണ് കൃത്യമായിട്ട് മുന്നേറുന്നത്. അപ്പോൾ ഇന്നലത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ 2,70,00,000 കേരള കളക്ഷനെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിച്ചത് വേറൊരു മേഖലയാണ്, ഗൾഫ് മേഖല. എപ്പോഴും ഗൾഫ് മേഖല മലയാളികളെ ഞെട്ടിപ്പിക്കും. അവിടെ നിന്ന് കേരള കളക്ഷനേക്കാൾ 2,70,00,000 ആണെങ്കിൽ കേരള കളക്ഷൻ, ഗൾഫ് മേഖലയിൽ നിന്ന് മാത്രം 2,90,00,000 കളക്ട് ചെയ്തു. ഏകദേശം $3,05,000 അവിടുന്ന് കളക്ട് ചെയ്തത്. അതുപോലെ ബാക്കിയുള്ള പ്രദേശങ്ങളിലും മികച്ച കളക്ഷൻ ഉണ്ടാകുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്ന ഏകദേശം 3 കോടി രൂപയാണ്. അപ്പം ഇന്നലെ ആദ്യ ദിനമായിരുന്നു. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ മകൾ എന്നുള്ള വിസ്മയ മോഹൻലാലിൻ്റെ കടന്നുകയറ്റം, അങ്ങനെ കുറച്ച് ആൾക്കാർ കണ്ടു കാണും. അതിനുശേഷം ചിത്രത്തെപ്പറ്റി പോസിറ്റീവ് കിട്ടി, അങ്ങനെ കണ്ടു കാണും. ഇതിനിടയിൽ 6,70,00,000 തുടക്കം എന്ന ചിത്രം കളക്ട് ചെയ്തപ്പോൾ വേറെ ഒരു ചിത്രത്തിൻ്റെ റെക്കോർഡ് തകരുന്നത് കണ്ടു. സ്ത്രീകൾ പൊതുവെ മെയിൻ കഥാപാത്രമായിട്ട് ഇറങ്ങുന്ന മലയാള സിനിമ വളരെ കുറവാണ്. മലയാളത്തിലല്ല, വേറെ ഒരു ഭാഷയിലും അങ്ങനെ അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ചിത്രമായിരുന്നു ലോക. നമ്മളെ ഞെട്ടിപ്പോയി. കല്യാണി പ്രിയദർശൻ്റെ ലോക. അതിനകത്ത് ഒത്തിരി കാമിയോ റോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ദുൽഖർ വന്നു, നമ്മുടെ ടൊവിനോ വന്നു, അങ്ങനെ നിരവധി കാമിയോകൾ വന്നു. നെഫ്ലിലുണ്ടായിരുന്നു അതിനകത്ത്. എന്നിട്ടും ഈ ചിത്രം ആദ്യ ദിവസം കളക്ട് ചെയ്തത് 6,60,00,000 രൂപയാണ്. ആ റെക്കോർഡ് ആണ് തുടക്കം എന്ന ചിത്രം വിസ്മയ മോഹൻലാലിലൂടെ തകർത്തിരിക്കുന്നത്. അപ്പം ലോകയും തകർത്ത് മുന്നേറുന്ന തുടക്കം വരും മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു ഇന്നും മികച്ച ബുക്കിംഗ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഏകദേശം 10,000 ടിക്കറ്റൊക്കെ മണിക്കൂറിൽ വിൽക്കുമാറുന്നുണ്ട്. ഇന്നലത്തെ ബുക്കിംഗ് എന്ന് പറയുന്നത് 1,34,880 ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് വിറ്റ് മാറി. എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ മാസങ്ങളിലൊന്നും അടുത്ത കാലത്തൊന്നും ഇങ്ങനെ 1,00,000 മുകളിൽ മലയാള സിനിമയുടെ ബുക്കിംഗ് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്നും ആ രീതിയിലുള്ള ഏകദേശം 1,00,000 മുകളിലുള്ള ബുക്കിംഗ് ഇന്നും പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെ മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കളക്ഷനും ഒക്കെ ആയിട്ട് തുടക്കം മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ തുടക്കവും മികച്ച രീതിയിൽ മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നു. ആദ്യം എന്ന ചിത്രം ആദ്യ ദിവസം കളക്ട് ചെയ്ത് ഏകദേശം ആദ്യ ദിവസമല്ല, ടോട്ടൽ കളക്ട് ചെയ്ത് 35 കോടിയാണെങ്കിൽ ഏതായാലും തുടക്കം 50 കോടി കിടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതിന് ചിത്രത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത സ്ത്രീ പ്രേക്ഷകർ ഇടിച്ചു കയറുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഏത് തിയേറ്ററിൽ പോയാലും കുടുംബ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ഈ ചിത്രത്തെ ഇഷ്ടപ്പെടുന്നത്. സ്ത്രീകൾ മുഖ്യ കഥാപാത്രമാകുന്ന ചിത്രങ്ങൾ സ്ത്രീ പ്രേക്ഷകർക്ക് കൂടുതൽ താല്പര്യം കൂടും, അല്ലേ? പ്രത്യേകിച്ച് ഒരു കുടുംബ ചിത്രമാണെങ്കിൽ പിന്നെ പറയാനുമില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയം കൂടെ അവതരിപ്പിക്കുന്നുണ്ട്, അതൊരു മികച്ച സന്ദേശവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ചിത്രം
വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷനും ബുക്കിങ്ങും ഒക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കാം. അല്പസമയത്തിനുള്ളിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ